ഹലോ, അപ്പം ഞങ്ങളുടെ വീട്ടിലെ മാങ്ങ പൊട്ടിച്ചുട്ടാ. നല്ല കഴമ്പുള്ള മാങ്ങയാണ്, നല്ല പച്ചക്കളറാണ്, നല്ല വലിപ്പവും വെക്കണതാണ്. പക്ഷെ ഞങ്ങൾക്ക് വലിപ്പം അധികം വെക്കാൻ സമയം ഇല്ല. കാരണം ഇത് പഴുക്കാൻ ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനൊരു തരം പുഴു വരും. വേഗം പുഴു വയ്ക്കണം മാങ്ങ. പക്ഷെ പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, കാരണം നല്ല കഴമ്പാണ്. അങ്ങനത്തെ ഒരു മാങ്ങയാണ്. അപ്പം ഞാനിത് എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ പച്ചയ്ക്ക് അച്ചാറിടാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് ഒരു 2 ദിവസത്തെ വെയിലുള്ളത് ഭയങ്കര താല്പര്യമായിട്ടാണ്. അങ്ങനെ ഉപ്പും മുളകും, അതായത് കല്ലുപ്പും മുളകും പൊടിയും ചേർത്തൊന്ന് ഉണക്കാൻ വെച്ചു. 2 ദിവസത്തെ വെയിൽ കൊള്ളിക്കുള്ള. അതിൽ കൂടുതൽ വല്ലാണ്ട് അങ്ങോട്ട് കടിഞ്ഞ് മുറുങ്ങി ഉണങ്ങാനൊന്നും ഞാൻ നിൽക്കില്ല കേട്ടോ. പിന്നെ നമ്മളെ മുളക് വറുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കാശ്മീരി ചില്ലി അല്ലെങ്കിൽ വേറെ അച്ചാർ പൊടി അങ്ങനെയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കൂടുതലും അച്ചാർ പൊടിയൊന്നും യൂസ് ചെയ്യാറില്ല. ഞാനിങ്ങനെ മുളക് വറുത്തിട്ടാണ്. അതെൻ്റെ ഉമ്മുമ്മയുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ. ഉമ്മുമ്മയാണ് എപ്പോഴും പറയുക അച്ചാറിടുമ്പോൾ മുളക് വറുത്തിട്ടിടണം നന്ന്, അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഞങ്ങളുടെ അമ്മായി അങ്ങനെയാണ് ഇടാൻ അതിനാ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മുളക് വറുത്തിട്ടിടാമെന്ന് വിചാരിച്ചു. മുളക് വറുത്ത് ഉലുവ പൊട്ടിക്കണം. പക്ഷെ ഞാൻ ഈ അച്ചാറിൽ ഉലുവ പൊട്ടിക്കാൻ മറന്നു പോയിട്ടാണ്. അപ്പോൾ മുളക് വറുത്തു. നല്ല എന്താ പറയുക, നല്ല കരിഞ്ഞു എന്നുള്ള ലെവലിലെത്തുമ്പോൾ അത് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കൊടുക്കണം. എനിക്ക് മറ്റേ സദ്യയിലെ അച്ചാറില്ലേ പച്ചക്ക് ഇടുന്നത്, എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. മിക്കവർക്കും അങ്ങനത്തെയാണ് ഇഷ്ടം. പക്ഷെ എനിക്ക് 2 ദിവസമായി ഉണക്കമണം വരുമ്പോൾ എന്തോ ഒരു ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നല്ല ചൂട്ടോട് കൂടിയിട്ട് ഇത് സെർവ് ചെയ്യുമ്പോൾ, അതായത് നല്ല ചൂടുള്ള കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ, അപ്പോൾ ഇത് ഈ മാങ്ങ ഉണങ്ങിയ മാങ്ങ ഒന്ന് മെൽറ്റാവും. അപ്പോൾ നല്ല ക്രീമിയാവും ഈ മാങ്ങ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ അച്ചാറാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ഇങ്ങനെ കൂടുതലിടാം. പിന്നെ ഇപ്പോൾ ഈ കരിഞ്ഞ സാധനം ഇടുന്നത് എന്താ വെച്ചാൽ കടുകാണ്. ഞാൻ വെള്ള നിറത്തിലിടാൻ കുറേ ട്രൈ ചെയ്തു, പക്ഷെ എനിക്ക് വെള്ള നിറം കിട്ടണേ ഇല്ല. ഞാൻ എത്ര പ്രാവശ്യം അച്ചാറിട്ടു, അപ്പോഴൊന്നും എനിക്ക് ഈ വെള്ള കളർ എങ്ങനെയാണ് കിട്ടണമെന്നൊരു പിടിയില്ല. കാരണം ആ വെള്ള കളർ അച്ചാറിൽ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ കിട്ടണേ ഇല്ല കേട്ടോ. പിന്നെ ഒരു ഇത്തിരി സുർക്ക ഒഴിച്ചു. വേറെ ചൂടാക്കാനോ വേവിക്കാനോ ഒന്നും ഞാൻ നിന്നിട്ടില്ല. കാരണം ആ സുർക്കയിലും ഉപ്പിലൊക്കെ കിടുന്നത് നല്ലോണം മെൽറ്റായിക്കോളും. അങ്ങനെ പിന്നെ ഞാൻ കണ്ടുപിടിച്ചൊരു ഐഡിയ കേട്ടോ. അച്ചാർ നമ്മൾ മേലേന്ന് എടുക്കുമ്പോൾ വല്ലാണ്ട് ചീക്കായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അച്ചാർ തല തിരിച്ച് വയ്ക്കും. അതായത് അങ്ങനെ തല തിരിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുക ഇതില്ലേ ചില്ലിൻ്റെ കുപ്പിയിലാണ് കേട്ടോ ഞാൻ വിട്ട് വെച്ചേക്കണ പണ്ട് ഹോർലിക്സിൻ്റെ കുപ്പിയിൽ. അങ്ങനെ തല തിരിച്ച് വയ്ക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കണ ഭാഗം നല്ല മെൽറ്റായിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്.